എനിക്കൊരു കഥ പറയാനുണ്ട്. ശ്രീനേട്ടനായിട്ട് കണക്ട് ചെയ്ത കഥയാണത്. അത് 87 മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വിദേശ ട്രിപ്പ്, ആദ്യത്തെ പരിപാടിയാണത്. ആദ്യമായിട്ട് ഈ സിനിമാ താരങ്ങളെല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. അത് മമ്മൂക്ക, ശ്രീനിവാസൻ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, കലാരഞ്ജിനി, കൽപ്പന, അശോകൻ, ആ ടീമാണ്. മിമിക്രി ആയിട്ട് ഞാൻ അതിനകത്ത് വരാനുള്ള ഒരു കാരണമുണ്ട്. അത് എൻ്റെ ഒരു കസിൻ ആണ് അതിന്റെ കോർഡിനേറ്റർ, പോൾ അൽഫോൺസ്. അദ്ദേഹം എന്നോട് എനിക്കൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞ് BTH ശ്രീനേട്ടനുണ്ട്, ശ്രീനേട്ടനെ ചെന്ന് കാണും, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോർജിനെ ഇന്നത്ത് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ BTH ചെല്ലുന്നു, കോളിംബിൽ അടിക്കുന്നു, ഡോർ തുറന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ താരം ശ്രീനേട്ടനാണ്, ആദ്യമായിട്ട് കാണുന്നത്. പിന്നെയാണ് ലെറ്റർ കൊടുത്തു, എന്തൊക്കെ വായിച്ചിട്ട് കൊണ്ട് ഇരിക്കുന്നു പറഞ്ഞു. താൻ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഹരസ്ലീല ആർട്ടിസ്റ്റാണ്, അതെന്തൊക്കെ കാണിക്കുന്നു വെച്ചാൽ എൻ്റെ 10 മിനിറ്റിന് മിമിക്രിയെ കാണിച്ച് ശ്രീനേട്ടന് ഇഷ്ടപ്പെട്ടു. ശരിയല്ലേ ശ്രീനേട്ടാ? ഓർക്കണല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അത് പറഞ്ഞു പറയിപ്പിക്കണ്ട, അത് പറ, അത് കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കാം. ട്രിപ്പിൽ വരുന്നത് അന്ന് തുടങ്ങി ശ്രീനേട്ടനായിട്ട് ഭയങ്കര കണക്ഷനാണ്. എപ്പോഴും വിളിക്കാൻ ചെയ്ത് ഇഷ്ടംമാരെ കഥകളുണ്ട്. അല്ലല്ല, ഒരു സെക്കൻഡ്. വർഷങ്ങൾക്ക് ശേഷം ശ്രീനേട്ടനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം വന്നു ഹണിബിറ്റുവിലെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ശ്രീനേട്ടനോട് ചോദിച്ചു, ശ്രീനേട്ടാ ഈ CG പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ, ശ്രീനേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? CG ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ CG എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം CG ചെയ്തോളും, വെറുതെ നിന്നാൽ മതി. പറഞ്ഞ ജോർജ് വെറുതെ നിന്നാൽ മതി, എല്ലാം CG ചെയ്തോളും, എല്ലാ ആക്ഷനൊക്കെ CG ചെയ്തോളും. അപ്പോൾ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞപ്പോഴും സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനേട്ടാ എന്നോട് വെറുതെ നിൽക്കാൻ പറഞ്ഞു, ശ്രീനേട്ടൻ അഭിനയിച്ചല്ല. ശ്രീനേട്ടൻ എന്താ അപ്പോൾ അഭിനയിച്ചത്? എനിക്ക് CG അലർജിയാണെന്ന്. ജോർജ് വെറുതെ നിന്നോ, എനിക്ക് CG അലർജിയാണെന്ന്. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ശരിയല്ലേ ശ്രീനേട്ടാ? കറക്റ്റ് നടന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. അല്ല, ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനും കഥാകൃത്തും സ്റ്റാൻഡേർഡ് ഹാസ്യത്തിന്റെ ആളാണ്. അതെ. അപ്പൊ നമ്മൾ മിമിക്രിക്കാരി കുറച്ച് അതപ്പതിച്ച് പോകരുതേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒപ്പം നിൽക്കാവുന്ന പറയുക. അതുകൊണ്ട് തന്നെ അടുത്തത് തെസ്നിത്ത എന്തോ സംസാരിക്കുന്നു. അതാണ് ഞാൻ നടനും നമുക്കറിയാലോ, വലിയൊരാളാണെന്ന് അറിയാം. പക്ഷെ ശ്രീനേട്ടൻ ഒരു നല്ലൊരു മാജിക്കാരനും കൂടിയാണ്. അതെ, കൺകെട്ട് എന്ന് പറയുന്ന സിനിമയില് ശ്രീനേട്ടൻ മാജിക്കാരനായിട്ടാണ് അഭിനയിച്ചത്. അതെന്റെ ഫാദറാണ് പഠിപ്പിച്ചു കൊടുത്തത് ശ്രീനേട്ടന്. ഓർമ്മയില്ല? കൺകെട്ടില്ലേ? അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ടാ കാണുന്നത് ഞാനൊക്കെ. കാരണം എന്റെ ഫാദർ പഠിപ്പിച്ച് ഭയങ്കര ഒരു മജീഷ്യനായിട്ടാണ് അതിന്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ അല്ലാണ്ട് ഒരുപാട് കഥകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും, പറയാനുണ്ടാവും. അത് പറഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, വീട്ടിലെ കാര്യങ്ങൾ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചേച്ചിക്ക് അതിലേറെ റിസ്ക് ആണ്, കാരണം വീട്ടില് 3 സെലിബ്രിറ്റീസ് ആണുള്ളത്. ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, കാര്യങ്ങള് കൗണ്ടേഴ്സ് അടിക്കുന്നതാണെങ്കിലും എനിക്കൊന്ന് വീട്ടിലും ഭയങ്കര മത്സരിച്ചായിരിക്കുമല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നേ. എങ്ങനെയാ? അതൊന്ന് ഷെയർ ചെയ്യാവോ ആ എക്സ്പീരിയൻസ്? മക്കളെ പറ്റി പറയുമ്പോ തന്നെ ചിരി തുടങ്ങി. എങ്ങനെയുണ്ട് ധ്യാനും വിനീതും? ഓക്കെ ആണോ? ആ ചോദ്യത്തിന് ധ്യാനെ പറ്റി ആദ്യം പറയാം. ധ്യാനെ പറ്റി മദ്രാസില്ല, 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഒരു ദിവസം എന്നോട് താമസിക്കുന്ന ഫ്ലാറ്റിൽ വെച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പറ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പ്രേമിക്കുന്നു. കഴിഞ്ഞു. അത് 8ാം ക്ലാസ്സിൽ ധ്യാൻ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ആ കുട്ടിക്ക് അറിയാമെന്ന് ചോദിച്ചു. അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് സമ്മതം. എന്തിന്? കല്യാണം കഴിക്കാൻ. പെണ്ണിന്റെ വീട്ടുകാർക്ക് റെഡിയാന്ന് കല്യാണം കഴിക്കാൻ അവർക്ക്, പെൺകുട്ടിക്ക്. ഞാൻ നല്ല കാര്യം നമുക്ക് നടത്തി കളിയാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം നീ ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ചു കാലം മുമ്പ് കല്യാണം കഴിച്ചാണ് നിന്റെ അമ്മയെ. അന്ന് മുതൽ ഇപ്പൊ വരെ അവളുടെ കംപ്ലീറ്റ് ചെലവ് ഞാനാണ്. നീ കല്യാണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയുടെ കാര്യം അതുപോലെ ആയിരിക്കണം, ഭർത്താവായിരിക്കണം. അല്ലാതെ മക്കളാവുമ്പോ ഒക്കെ നീ
ചെലവ് ചെയ്യേണ്ടി വരും. എന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് അവക്ക് ചെലവിന് കൊടുക്കാതെ വിചാരിക്കല്ല, അത് നടക്കൂല. അതുകൊണ്ട് അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം ആദ്യം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കല്യാണത്തിന്റെ ആലോചിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്റെ അടുത്ത് വന്നില്ല. പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ചേട്ടൻ, ആ വഴി ഓക്കെ ബായി പറഞ്ഞു പോയതാണ്. ആ വഴി പോയി. അല്ല ഞാൻ ആലോചിക്കായിരുന്നു അവരും കൂടെ ആക്ച്വലി ഇവിടെ വേണമായിരുന്നു. അതെ ശ്രീനേട്ട, ഇനി വിനീതിന്റെ പറ്റി ഒന്ന് പറയൂ. വിനീതനെ എനിക്കൊന്ന് പാവമായിരിക്കും അല്ല അന്നൊന്നും ആണോ? അതെ, ആണ് വിനീത. പാവാണോ എനിക്കറിയില്ല. നമുക്കറിയാവുന്ന വിനീതേട്ടൻ ഭയങ്കര പാവം, ധ്യാൻ ചേട്ടനാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതെന്നുള്ളതാണ്. പക്ഷെ സത്യം ശ്രീനേട്ടനല്ലേ അറിയുള്ളൂ അല്ലേ? അതെ അതെ. വിനീതൂട്ടന്റെ കല്യാണം വിനീതൂട്ടൻ അച്ഛനോട് പറയുന്ന കാര്യം, ആ അവൻ ഇങ്ങനെ ഒരു വണ്ടിയിൽ കാറിൽ ഇങ്ങനെ പോകുന്ന എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ആ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമുണ്ട്, അതിനെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയല് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ അങ്ങനെയാണോ അവനെ പറയേണ്ടതെന്ന്. അന്നേരം പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോ അമ്മക്കറിയാം, ധ്യാനിനറിയാം, പിന്നെ അച്ഛന് മാത്രം അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞത്. ഒരു ട്രാവലിനിടയ്ക്ക് ഫോണിൽ വിളിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അതാണ് അവന്റെ കാര്യം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നതായത് കൊണ്ട് നമുക്ക് അവരിവിടെ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് നോക്കിക്കോ. So sweet, super, beautiful. അങ്ങനെ അവര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. വിനീത് ഫോണില് എന്നോട് പറഞ്ഞു, ഈ കല്യാണക്കാരും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അന്ന് ഒരു ദിവസം നൈറ്റ് പറഞ്ഞു, നൈറ്റില് ഫ്ലാറ്റിൽ വന്ന പെൺകുട്ടിയല്ലേ, അന്ന് ഫ്ലാറ്റിൽ വന്ന പെൺകുട്ടിയല്ലേ ചോദിച്ചു. ചോദിച്ചു. അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഞാൻ വലിയ ഇംഗ്ലീഷുകാരനൊന്നുമല്ല, പക്ഷെ ഞാൻ വായിക്കേണ്ടി വന്നതാണ്. A man in love is ridiculous to much. A man in love is ridiculous. Watch. എന്റെ ദൈവം, ഏതല്ലേ? സൂപ്പർ സൂപ്പർ, അടിപൊളി. ഏത് മോഡ് വൈബ് വേറെയാണ്. ആ പെൺകുട്ടിയിലേക്ക് ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് ഇവരെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇവ റിഡിക്കുലസ് ആണ് മാച്ച്. എന്തായാലും ശ്രീനേട്ട ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും മാസ് ഡയലോഗ് ഇപ്പോഴും പഠിക്കുന്ന ശ്രീനേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏത് ജനറേഷൻ ഒന്നുമില്ല, എല്ലാ ജനറേഷനും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് നമ്മുടെ ശ്രീനേട്ടൻ എന്ന് പറയുന്നത്.